നമസ്കാരം. ഞാൻ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ അരിക്കുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഞങ്ങളുടെ സ്കൂളിൽ കഴിഞ്ഞ 4 വർഷമായി നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിൻ്റെ പരിശീലന ക്ലാസുകൾ ആഴ്ചയിൽ 3 ദിവസം നടത്തി വരാറുണ്ടായിരുന്നു. രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള 1 മണിക്കൂർ സമയം ഉപയോഗപ്പെടുത്തിയായിരുന്നു 2022 മുതലുള്ള 3 അധ്യയന വർഷങ്ങളിലും കുട്ടികൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ 2024-25 അധ്യയന വർഷം പാലായ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഇതിൻ്റെ ഒരു പരിശ്രമം നടത്തുന്നതിൻ്റെ വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ ഇവിടെ നേരിട്ട് വന്ന് പ്രദീപ് സാറുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഒക്ടോബർ 24-ന് പ്രദീപ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അധ്യാപകർ ഞങ്ങളുടെ സ്കൂളിൽ വന്ന് അന്നത്തെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏകദേശം 2 മണിക്കൂർ നീണ്ടുനിന്ന രാവിലെ 8 മണി മുതൽ 10 മണി വരെ 2 മണിക്കൂർ പ്രത്യേക കോച്ചിങ് നടത്തി. മറ്റ് ക്ലാസ്സുകളിലെ കുട്ടികൾക്കും അത്തരത്തിലുള്ള പരിശീലനങ്ങൾ കൊടുത്തു. ആ വർഷം ഞങ്ങളുടെ സ്കൂളിലെ 76% കുട്ടികളെ ഞങ്ങൾ പരീക്ഷയ്ക്ക് ഇരുത്തി. എല്ലാ കുട്ടികൾക്കും NMMSന്റെ പരിശീലനം കൊടുക്കുകയും പരീക്ഷ എഴുതുവാൻ വരുമാന പരിധിയുടെ അർഹതയുള്ള എല്ലാവരെയും എഴുതിക്കുക എന്നുള്ളൊരു സമീപനമാണ് പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ സ്വീകരിച്ചത്. ആ കുട്ടികളിൽ പരീക്ഷ എഴുതിയ 13 കുട്ടികളിൽ 11 പേരും ഈ സ്കോളർഷിപ്പിൽ വിജയം നേടിയ സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നത്. ആ 11 പേരിൽ 2 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് തുകയും ലഭ്യമായി. ആ കുട്ടികൾക്ക് ലഭ്യമായിട്ടുള്ള മാർക്ക് കേരളത്തിലെ വൻ നഗരങ്ങളായ തിരുവനന്തപുരം, അതേപോലെ എറണാകുളം, ആലപ്പുഴ തുടങ്ങിയ നഗരങ്ങളിലെ മാർക്ക് നേടിയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് തുക ലഭ്യമായതിനപ്പുറം ഇവിടെ നൽകിയ ക്ലാസ്സുകൾ മെന്റൽ എബിലിറ്റി ടെസ്റ്റും അതുപോലെ സ്കോളാറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഒക്കെ ആദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ അത് എത്തിപ്പിടിക്കാൻ ഒരു ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് കഴിയുമോ എന്ന ആശങ്ക PTA മീറ്റിങ്ങുകളിൽ പരസ്യമായി പങ്കുവച്ചവരുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഞങ്ങളുടെ 8ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഇത് സംബന്ധിച്ച ഒരു വലിയ വിജ്ഞാനം നൽകുവാൻ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ സ്കൂളിലെ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷനുള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ അനീഷ് PN, അതുപോലെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ അനിൽ മിറാൻഡ F, MBTA പ്രസിഡന്റ് ശ്രീമതി രേവതി ശശി, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സരിത പ്രമോദ് തുടങ്ങിയവരും കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് നേടിയ അമൃത പ്രമോദും ദയ ദിലീപും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷം 8ാം ക്ലാസ്സിലെ NMMS പരിശീലനം നേടാൻ എത്തിയിരിക്കുന്ന 8ാം ക്ലാസ്സിലെ കുട്ടികളുണ്ട്. USSന്റെ പരിശീലനം നേടാൻ എത്തിയിരിക്കുന്ന 7ാം ക്ലാസ്സിലെ കുട്ടികളുണ്ട്. പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ എൻ്റെ കൊച്ചുനാൾ മുതലേ കേട്ടുവന്നിരുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയൊരു തുക അവരുടെ ലാഭത്തിൽ നിന്ന് നീക്കിവെക്കുന്ന വിവരം ഞങ്ങൾക്കെല്ലാം അറിവുള്ളതാണ്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ല പിന്തുണയും ആശംസകളും ഞങ്ങൾ PTAക്ക് വേണ്ടി അറിയിക്കുന്നു. നന്ദി. ഞങ്ങളുടെ സ്കൂള് വാർഷികത്തിന് സ്കൂളിലെ വ്യത്യസ്ത കാര്യങ്ങളിൽ കരാട്ടെ, ഇംഗ്ലീഷ് പഠനം, അതേപോലെ ക്വിസ് പ്രോഗ്രാമുകൾ, യോഗ ട്രെയിനിങ് ഇങ്ങനെയൊക്കെ നടത്തുന്ന അധ്യാപകർക്ക് വേണ്ടി ഒരു ഉപഹാരം സ്കൂൾ വാർഷികത്തിന് നൽകാറുണ്ടായിരുന്നു. കഴിഞ്ഞ നവംബർ 30-നായിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്കൂൾ വാർഷികം. അന്ന് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ പ്രതിനിധികളെ ക്ഷണിച്ചിരുന്നെങ്കിലും പ്രദീപ് സാറിന് എത്താൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ ഈ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ആദരണീയനായ ഡയറക്ടർ സന്തോഷ് സാറിന് ഞങ്ങൾ തയ്യാറാക്കിയ മെമന്റോ കൈമാറുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.